ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് 4 ബെഡ്റൂമുള്ള ഒരു ഡബിൾ സ്റ്റോർ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രം പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 700 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 11 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 4.5 സെൻറ്റിൽ 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. കണ്ടോ, വേറെ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട് നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ഒരു 2 കാർ സുഖമായിട്ട് പോകാനുള്ള ടാറിങ് ഫെസിലിറ്റി എല്ലാം നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് ഇവിടെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പുറമേ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് നമുക്ക് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എല്ലാം തന്നെ. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് ഒരു കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇവിടെയും നമുക്കൊരു കാർ പാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ മുറ്റത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് തറയിൽ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്കിവിടെ തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡ് പോർഷനിലൊക്കെ കുറച്ച് ഗാർഡൻ സംഭവം ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കുറച്ച് ഗാർഡൻ സംഭവമൊക്കെ ഇതായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫ്ലവർ പ്ലാന്റും അല്ലാതെ നമുക്ക് ലീഫിലുള്ള കുറച്ച് പ്ലാന്റ്സുകളെല്ലാം തന്നെ വരുന്നുണ്ട്. ഈ വീടിൻ്റെ കിണറും പൈപ്പ് കണക്ഷനും ഓരോരാണ്. നമുക്ക് കിണർ കണ്ടോ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുപാട് തന്നെ ഇവിടെ തറയിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഗാർഡൻ പോർഷൻ അങ്ങനെയാണ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഗാർഡൻ്റെ സംഭവം തന്നെ ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. മുളയും ഇപ്പോൾ ഫ്ലവർ പ്ലാന്റ് എല്ലാം കണ്ടു ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് നല്ല ഭംഗിയായിട്ട് ഫ്രണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു SUV വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് കണ്ടോ ഇതിൻ്റെ അകത്ത് കാണും. കണ്ടോ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇവിടെ അകത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 12x5 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് പോർഷനെല്ലാം തന്നെ വാൾട്ടയിൽ യൂസ് ചെയ്ത ഇങ്ങനെ ഒരു വുഡൻ തീമിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഫ്രണ്ട് എൻട്രൻസ് ഡോർ ഇതാണ് വരുന്നത്. ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. അല്ലോ, നല്ല പാറ്റേൺ ഉള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 10x20 ഡയമെൻഷനുള്ള ഒരു ലീവിങ് ഏരിയയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നുണ്ടോ. തറയിൽ ടൈൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റും കുറച്ച് പ്രൊജക്ടർ ലൈറ്റുമാണ് നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് തന്നെ മൾട്ടിവുഡി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് PVC പാനലാണ് കണ്ടോ ഇതിൻ്റെ ബാക്ക് പോർഷനിലെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലീവിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലീവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ കിച്ചൻ്റെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ 8x8 ഡയമെൻഷനൊക്കെ ഉള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് സ്റ്റെയർ കയറി ഇനി മുകളിലോട്ട് പോകേണ്ടത്. നമുക്കിവിടെ ആയിട്ട് ഒരു വാഷിംഗ് യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു നല്ലൊരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് ബാക്കിൽ PVC പാനലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. ഈ ഭാഗത്താണ് നമുക്കിവിടെ കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിൽ ഗ്രിപ്പിംഗ് ടൈൽ ഇവിടെ തറയിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫുള്ളും തന്നെ നമുക്ക് ലാമിനേറ്റ് ചെയ്ത ബോർഡ് വർക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ട് ഫുള്ള് ലൈറ്റിംഗ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് തുറന്ന് കാണിക്കാം. കണ്ടോ, നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി വരുന്നുണ്ട്. ഒരു സ്റ്റൗവും കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തോട്ടുള്ള കാര്യങ്ങൾ കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ധാരാളം ഡ്രോസ് ഒക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ഡ്രോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പെല്ലാം കണ്ടോ കവറാക്കിയിരിക്കുന്നത് PVC പാനലിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു സിങ്കും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിങ്കാണ്. നമുക്ക് പാത്രമൊക്കെ കഴുകാനൊക്കെ നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കിച്ചൻ്റെ പുറകെ സൈഡും കൂടെ നോക്കാം. ഈ ഭാഗത്ത് ഒരു നനകല്ല് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഗ്യാസ് കണക്ഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട്. തറയിൽ ഫുള്ളും
ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും പ്ലാന്റ് ഒക്കെ നടാനോ അതിനുള്ള ചെറിയൊരു ഓപ്ഷനും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഭാഗത്താണ് നമുക്കൊരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ആ ബെഡ്റൂം കൂടെ കയറി കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 15x13 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് നമുക്ക് സീലിങ്ങിൽ വരുന്നത്. തറയിൽ നമുക്ക് ടൈലെല്ലാം സെയിം അപ്പുറത്ത് കണ്ട് അതേ ഒരു ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോ 2 ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സെയിം ബോർഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു വാർഡ്രോബ് 3 ഡോർ ടൈപ്പാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്കൊരു മിറർ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മിററാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈറ്റിഷ് ഗ്രീൻ ആണ് നമുക്ക് ഇവിടുത്തെ ടൈൽ വരുന്നത്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വലിയൊരു മിററൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് വരുന്നത്. ബാക്കി താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയാണെങ്കിൽ മുകളിലോട്ട് പോകേണ്ടത്. സൈഡിൽ നമുക്ക് വുഡും ഗ്ലാസും കൂടെ ഉള്ള ഒരു ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ സൈഡ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തറയിൽ കണ്ടോ ടൈൽ ഈ ഒരു ടൈലിങ്ങാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ സൈഡ് ചുമലുണ്ടോ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്ക് ഇവിടെ സൈഡ് പോർഷനിൽ കാണാൻ പറ്റും. അപ്പോൾ മുകളിൽ നമുക്കൊരു ഫാൻസി ലൈറ്റ് ഉണ്ടോ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തറയിൽ നമുക്ക് ഗ്രാനൈറ്റ് ആണ് തറയിൽ നമുക്ക് കയറി പോകുന്ന ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളെ കയറി കാണാം. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂമും ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഇവിടുത്തെ ഒരു ലിവിങ് ഏരിയ കണ്ടോ, ഇതാണ് സ്പേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 16x4 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു മേശ പോലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഈ ടൈൽ തന്നെയാണ് താഴെയും വരുന്നത്. അപ്പോൾ 16x14 ഡയമെൻഷൻ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്കിവിടെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 12x16 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ മുകളിൽ സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് ഈ ഒരു വാർഡ്രോബാണ് വരുന്നത്. ഒരു 3 ഡോർ ടൈപ്പ്. താഴെയും മുകളിൽ ഫുള്ള് കണ്ടോ കവറാക്കിയിട്ടുള്ള ഒരു വാർഡ്രോബാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു മിററും വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടുത്തെ വാർഡ്രോബ് സെറ്റാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് നമുക്ക് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് കയറി കാണാം. ഭാഗത്ത് വരുമ്പോൾ നമുക്ക് സെയിം താഴെ കണ്ട അതേ ഒരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. എന്തോ ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മിറർ, സിങ്ക്, എല്ലാ സംഭവവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x9 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. 9. അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. 3 ഡോറ്, താഴെ 3 ഡോറും, പിന്നെ മുകളിൽ നമുക്കൊരു 4 ഡോറിൽ ടോപ്പിലും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു മിററും ബാക്കി സ്റ്റോറേജ് സ്പേസ് എല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈസാണ് നമുക്ക് വരുന്നത്. ടൈല് നമ്മൾ സെയിം അപ്പുറത്ത് കണ്ട ടൈപ്പാണ്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും മിറർ എല്ലാ സംഭവവും യൂസ് ചെയ്തിട്ടുണ്ട്. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ആണ് സീലിങ്ങിൽ വരുന്നത്. ഇവിടെ ഒരു 3 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെയിം ഒരു കളർ ടൈപ്പാണ് നമുക്കിവിടെ വരുന്നത് കണ്ടോ സീലിങ്ങിൽ. പിന്നെ ഇവിടെ ആയിട്ട് മിറർ താഴെ നമ്മൾ കണ്ടില്ല അതേ ഒരു സെറ്റപ്പിൽ തന്നെ ഒരു മിറർ എവിടെയും വരുന്നുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് വരുന്നത്. അകത്ത് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേണിലുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഭാഗത്താണ് ബാൽക്കണി ഏരിയ വരുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു ബാൽക്കണി നമുക്ക് 12x6 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ സാൻഡ് ലൈറ്റിംഗ് ആണ് ഇവിടെ സീലിംഗ് വരുന്നത്. അപ്പോൾ സൈഡ് പോർഷനിൽ കണ്ടോ വാൾ ടൈലൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും വാൾ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ടെറസിലോട്ട് പോകാനായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിലാണ് നമുക്ക് പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടോ. ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിൽ പോയിട്ടാണ് നമുക്ക്
മുകളിൽ ടെറസിൽ പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 69 ലക്ഷം മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾ ഹോം ലോണാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തായാലും ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വീട് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് വരിക. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.